السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: إذا كان أول ليلة من شهر رمضان صفدت الشياطين ومردت الجن وعلقت أبواب النار فلم يفتح منها باب وفتحت أبواب الجنة فلم يغلق منها باب وينادي مناد: يا باغي الخير أقبل ويا باغي الشر أقصر ولله عتقاء من النار وذلك في كل ليلة. رواه الترمذي. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: റമദാൻ മാസത്തിലെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ പിശാചുക്കളും ജിന്നുകളിലെ ധിക്കാരികളുമായവർ ചങ്ങലക്കിടപ്പെടും, നരക കവാടങ്ങളെ കൊട്ടിയടക്കപ്പെടും. പിന്നീട് അതിൽ നിന്ന് ഒരു വാതിലും തുറന്നു കിടക്കുകയില്ല. അതുപോലെ സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും, അതിലെ ഒരു വാതിലും അടഞ്ഞു കിടക്കുകയില്ല. ശേഷം ഒരു വിളംബരം ചെയ്യുന്ന ആൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും: യാ ബാഗി അൽ ഖൈരി അഖ്ബിൽ, നന്മയെ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരിക. വയാ ബാഗി അശ്ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുകയും അതിനോട് ആഭിമുഖ്യം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവനെ നീ മതിയാക്കുക, പിന്നോട്ട് പോകുക. വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകൾ ഈ മാസത്തിലുണ്ട്. വദാലിക ഫി കുല്ലി ലൈലത്തിൻ, അത് എല്ലാ മാസങ്ങളിലുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. റമദാനിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ ഉള്ള അവസരങ്ങൾ അള്ളാഹു ഒരുക്കി തരികയാണ്. നന്നാകാൻ എളുപ്പമുള്ള നല്ല അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും വളരെയധികം എളുപ്പമുള്ള മാസമാണ് റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണത്തെ സംബന്ധിച്ച് സഹാബാക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനുശേഷം വന്ന സ്വഹാബിമാരുടെയും താബിഈകളുടെയും ഒക്കെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാലും റമദാനിനെ സംബന്ധിച്ച് അവർ ഖുർആനിന് വേണ്ടിയിട്ടും രാത്രി നമസ്കാരത്തിന് വേണ്ടിയിട്ടും ഒരുപാട് സമയം മാറ്റിവെച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ രാത്രി നമസ്കാരം കാന മിനൽ ഇശാഇ ഇല സുഹൂർ, ഇശാ നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം അത്താഴം വരെയും നിന്ന് നമസ്കരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കാന യഖ്തിമുൽ ഖുർആന ഫീ ലൈലത്തിൻ വാഹിദ, അദ്ദേഹം ഒരൊറ്റ രാത്രി കൊണ്ട് ഖുർആൻ പരിപൂർണമായി ഖത്മ ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലൗ തഹറത് ഖുലൂബുന മാ ശബഅത് മിൻ കലാമില്ല, നമ്മളുടെ ഹൃദയം ശുദ്ധിയായിരുന്നുവെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ എത്ര ഓതിയാലും അതിന് വയറ് നിറയുകയില്ല. അത്രയും നമ്മളുടെ ഹൃദയം ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്തതെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹം ഹദീസിൻ്റെ വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. അദ്ദേഹം മദീനയിൽ രാവ് മുതൽ രാത്രിയോ ആകുവോളം അല്ലെങ്കിൽ രാത്രിയുമൊക്കെ ഒരുപാട് ഹദീസിൻ്റെ ക്ലാസ്സുകൾ എടുത്തിരുന്ന, അത് പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഇമാമായിരുന്നു. എന്നാൽ ഇദാ ദഖല അശ്ശഹ്റൽ കരീം യത്റുകുൽ ഹദീസ വ മുജാലസത അഹ്ലിൽ ഇൽം, പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അദ്ദേഹം നിർത്തിവെക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാരുമായി ഒരുപാട് സമയം ചർച്ചകൾ ചെയ്യുമായിരുന്നു, അതെല്ലാം മാറ്റിവെക്കും. എന്നിട്ട് ഖിറാഅത്ത് പാരായണത്തിന് വേണ്ടി, പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെക്കുമായിരുന്നു. എന്നിട്ട് പറയും, ഇന്നമാ ഹുവ ഷഹറുൽ ഖുർആൻ, തീർച്ചയായും ഇത് ഖുർആനിൻ്റെ മാത്രം മാസമാണ്,
എന്ന് പറഞ്ഞ് ഖുർആൻ ഓതാൻ വേണ്ടിയും അത് ഓതി നമസ്കരിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവെക്കുമായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെക്കുറിച്ചും ഇത്തരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ ഒരുപാട് ക്ലാസുകൾ എടുത്തിരുന്ന, അല്ലെങ്കിൽ മുഹദ്ദിസീങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഹദീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം റമദാൻ വരുമ്പോൾ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ ഖുർആനിൻ്റെ പാരായണത്തിനും നമസ്കാരത്തിനും വേണ്ടി അവർ മാറ്റിവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അദ്ദേഹം റമദാനിൽ എത്ര ഖത്മ് പൂർത്തിയാക്കിയെന്ന് പോലും ഞങ്ങൾക്ക് എണ്ണാൻ കഴിയുമായിരുന്നില്ല. അത്രയും ധാരാളമായി റമദാനിൽ ഖത്മുകൾ അദ്ദേഹം ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുവാനും അത് പഠിക്കുവാനും അതിലുള്ള പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ച് നമ്മുടെ ആദ്യത്തെ ജുമുഅയുടെ ദിവസമാണ്. അതിന് പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ കൽപ്പിച്ചുകൊണ്ട് അതിലുള്ള പുണ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് റമദാനാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വിശേഷിപ്പിച്ചത്. ഫിഹാ സാഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ആ ഒരു ദിവസത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരടിമ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സാഅത്തുൽ ഇജാബ, ഉത്തരം നൽകുന്ന സമയമാണ്. ധാരാളമായി ദുആ ചെയ്യണം. അതേത് സമയമാണെന്ന് നമുക്ക് പറഞ്ഞു തരപ്പെട്ടിട്ടില്ല. പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അസറിന് ശേഷമാണെന്ന് പറയുന്നവരുണ്ട്, ജുമായുടെ ഇടയിലാണെന്ന് പറയുന്നവരുണ്ട്. എന്തു തന്നെയായാലും എല്ലാ സമയത്തും നമ്മൾ ദുആ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളിയുടെ നിയ്യത്ത് നമ്മൾ ചെയ്യണം. പള്ളിയിലേക്ക് നേരത്തെ പോരുന്നത് അത് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണ്. ഒരാൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യുകയും പള്ളിയിലേക്ക് ജുമാ ആഗ്രഹിച്ചുകൊണ്ട് നടന്നു വരികയും ചെയ്താൽ അത് അവൻ്റെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് ആരെങ്കിലും എല്ലാ ജുമാ ദിവസവും അത് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത ജുമാ വരേക്കും അവൻ്റെ ജീവിതത്തിൽ പ്രകാശമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ്. അല്ലാഹു അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് റമദാനിൻ്റെയും ജുമായുടെയും എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.